തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്നാ ഞങ്ങൾ ഔട്ട് ഹൗസ് ഒന്ന് തപ്പി നോക്കട്ടെ. എവിടെ ഔട്ട് ഹൗസ്? പുറത്തിറങ്ങിയിട്ട് വലതുവശത്ത്. ഓക്കെ. ശ്രീകലെ, എന്തൊക്കെയാ ഇത്? അംബികയും കിഷനും അങ്ങനൊന്നും ചെയ്യില്ല. അവരാണ് അത് ചെയ്തെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകുമ്പോ വീട്ടിൽ വന്നവരെ പറ്റിയും അന്വേഷിക്കും. അവരിവിടെ വന്നു ഞാൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് പോലീസുകാർ തീരുമാനിക്കട്ടെ. എന്താ നിങ്ങളുടെ പേര്? അംബിക. ഇവിടെ ദേവൂട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടോ? നീയാണോ ദേവൂട്ടി? നീ ഇവിടെ താമസമായിട്ട് എത്ര ദിവസമായി? ഇവളെ ഇവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. ഓഹോ, അങ്ങനെയല്ലല്ലോ ശ്രീകല മേഡം പറഞ്ഞത്. ബാംഗ്ലൂരിലെ ഗസ്റ്റ് ഹൗസിലെ ഞാൻ വിളിച്ച എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഇന്ന് നീ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളെ മോർണിംഗിലാണ് മീറ്റിംഗ്. ഒരു 11:30 നീ അവിടെ എത്തണം. പിന്നെ ആ ഡീൽ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ആ ഇറ്റാലിയൻ കമ്പനി അവര് ചില നെഗോസിയേഷനൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഫിക്സ് ചെയ്ത ഡീലിൽ തന്നെ ഉറച്ചു നിന്നാൽ മതിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി അവരെന്തെങ്കിലും കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ ഒരു 1% താഴ്ത്തി ആ ഡീല് ഫിക്സ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാ എൻ്റെ അഭിപ്രായം. തമ്പേച്ചൻ തന്ന ഫയല് മൊത്തം ഞാൻ സ്റ്റഡി ചെയ്തു. ഇപ്പം നമ്മൾ കോട്ട് ചെയ്ത എമൗണ്ട് തന്നെ നമുക്ക് അത്ര പ്രോഫിറ്റബിൾ അല്ല. പ്രോഫിറ്റബിൾ സെക്കൻഡറിയാണ് സന്ദീപേ. ആദ്യം ഇതുപോലുള്ള വിദേശ കമ്പനികളുമായിട്ട് ഒരു ബിസിനസ് ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ വല്ലാതെ ഉയർത്തും. ഞാൻ അതുമാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ആ മുത്തശ്ശി, ഇല്ല, ഞങ്ങൾ എയർപോർട്ട് എത്തിയില്ല. തമ്പേച്ചൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. എന്താ മുത്തശ്ശി, എന്തു പറ്റി? മോനെ, ഇവിടെ ആകെ കുഴപ്പോ. കുഴപ്പോ? എന്തു കുഴപ്പം? ശ്രീകലയുടെ 5 പവന്റെ മാല കാണാനില്ലെന്ന് പറഞ്ഞ് ശ്രീകല പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാരെ അന്വേഷിക്കാൻ വന്നിരിക്കെ. ദേവൂട്ടിയുടെ കൂടെയുള്ള ആ സ്ത്രീയില്ലേ, അവരെ ആ കിഷനെയാണ് തനിക്ക് സംശയമെന്ന് ശ്രീകല പോലീസുകാരോട് പറഞ്ഞു. അവരങ്ങനെ ഔട്ട് ഹൗസിലേക്ക് പോയിരിക്കെ. വണ്ടി ഒന്ന് സൈഡേക്ക്. എന്താ സന്ദീപേ, എന്താ പ്രശ്നം? പറയാം മുത്തശ്ശി. എന്നിട്ട് എന്തായി? ഇനി എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയില്ല. അവരവിടെ പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു. മുത്തശ്ശി ടെൻഷൻ ആവണ്ട, ഞാൻ ദേ എത്തി. തമ്പിയച്ച, നമുക്ക് തിരിച്ചു പോവാം. എന്താ എന്താ സന്ദീപ് പ്രശ്നം? കാര്യം എന്താന്ന് പറ. അമ്മയുടെ സ്വർണ്ണമാല കാണാനില്ലെന്ന് പറഞ്ഞ് അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അയ്യോ. അത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നു. ഔട്ട് ഹൗസിലുള്ളവരെ സംശയമെന്ന് അമ്മ പോലീസുകാരോട് പറഞ്ഞത്രേ. അയ്യോ. നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാം. അയ്യോ സന്ദീപ്, അപ്പൊ ബാംഗ്ലൂരിലെ നാളത്തെ മീറ്റിംഗോ? അത് പോസ്റ്റ്പോൺ ചെയ്യാൻ മാനേജറെ വിളിച്ച് പറയാ തമ്പിയച്ച. ഏയ് നോ, ഇറ്റാലിയൻ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഇതിനു വേണ്ടി മാത്രമാണ് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആരും ഇല്ലെങ്കിലേ നമ്മുടെ കമ്പനി അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, തമ്പിച്ച തന്നെ പോയിട്ടോ. വീട്ടില് പോലീസും മറ്റും കയറി ഇറങ്ങുമ്പോ എനിക്ക് പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല. കൂൾ സന്ദീപ്, കൂൾ.